കറക്റ്റ് സ്ഥലം അറിയാമോ? അങ്ങനെ അറിയാമോ എന്ന് ചോദിച്ചാ ഓർമ്മയുണ്ട്. 1 ഇയർ മുമ്പ് ഞങ്ങളുടെ ബാച്ച് അങ്ങോട്ട് പോയിരുന്നേ. അവിടെ ചെന്നപ്പോ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും ഞങ്ങൾക്ക് അവിടെ തോന്നിയില്ല. റിസർച്ചിന്റെ പേരിൽ അവിടെ മൊത്തം കറങ്ങി, അത്ര തന്നെ. അപ്പൊ നീ പറയുന്നേ ഈ പ്രേതവും ഭൂതമൊന്നും സത്യമല്ല എന്നാണോ? ഏയ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്റെ പഠനം തന്നെ അതാകുമ്പോൾ ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ അതായത് അവിടെ എനിക്ക് യാതൊരു എനർജിയും ഫീൽ ചെയ്തില്ല. അവിടുത്തെ നാട്ടുകാർ വെറുതെ പറയുന്ന പോലെ തോന്നി. പിന്നെ അങ്ങോട്ട് പോകാൻ എന്താ ഇപ്പൊ പ്രശ്നം? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആൾതാമസം ഇല്ലാത്തതാണ് പ്രശ്നം. ആൾതാമസമേ ഇല്ലാന്ന് പറയുന്നതാ ശരി. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ അവിടെ ആരെയും കണ്ടിട്ടില്ല. ആ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. വഴിയൊക്കെ ഉണ്ടെങ്കിലും ആ പ്രദേശത്തെങ്ങും ഞാൻ ഒരാളെ പോലും കണ്ടിട്ടില്ല. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ നീ പോവാനാണോ ഉദ്ദേശിക്കുന്നേ? അതേടാ, നെക്സ്റ്റ് വീക്ക് വെക്കേഷൻ തുടങ്ങുമല്ലേ. ഇത്തവണ വെക്കേഷൻ അവിടെ ആക്കിയേക്കാം. പിന്നെ പ്രൊജക്റ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാലോ. പുറത്തു നിന്നും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. അത് നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയേക്കാം. ആ, അത് ശരിയാ. എന്ത് ശരി? അവളെന്തോ വിഡ്ഢിത്തം പറഞ്ഞെന്ന് കരുതി നീയും അതിന് കൂട്ടു നിൽക്കുകയാണോ? എന്താ മിയ, നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? ഞാൻ എന്തിനാ പേടിക്കുന്നേ? പിന്നെന്താ നിന്റെ പ്രശ്നം? എല്ലാ തവണത്തെ പോലെ ഇത്തവണയും ട്രിപ്പൊക്കെ പോവാന്ന് കരുതിയിരുന്നേ. എൻജോയ് ചെയ്യാന്ന് കരുതി. അതെല്ലാം വേസ്റ്റ്. ഓ, അതാണോ? അതിനെന്താടി? എല്ലാ തവണയും നമ്മൾ ട്രിപ്പ് അടിക്കാറില്ലേ? ഇത്തവണ ഇതാവട്ടെ. അത് മാത്രല്ലാതെ നമുക്ക് അടിച്ചു പൊളിക്കാം പോരെ? അങ്ങനെയാണേ ഓക്കെ. അപ്പോ നെക്സ്റ്റ് വീക്ക് നമ്മൾ പോകുന്നു. എല്ലാരും ഓക്കെ അല്ലേ? One week later. അല്ലടാ, വെക്കേഷൻ ആയില്ലേ, ഇനി എന്താ പ്ലാൻ? ബുധനാഴ്ച ഇവിടെ നിന്നും ഇറങ്ങിയാൽ 2-3 ദിവസത്തിനുള്ളിൽ അവിടെ എത്താം. മേ ബി 2 days. അല്ല വൈകു, അപ്പൊ ഷോപ്പിംഗ് ഒന്നുമില്ലേ? അല്ല ധന്യ, നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നോ? അമ്മായി എന്നെ വിളിച്ചിരുന്നു. നീ കൃത്യമായി ക്ലാസ്സിൽ കയറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും നീ വീട്ടിൽ പറഞ്ഞിട്ട് സമ്മതിക്കാണെങ്കിൽ മാത്രം പോന്നാ മതി, കേട്ടല്ലോ? ദിസ് ഈസ് ടു മച്ച് ചേച്ചി. ചേച്ചി ഒന്ന് അമ്മയോട് വിളിച്ച് പറ. ചേച്ചി പറഞ്ഞാ അമ്മ കേൾക്കാതിരിക്കില്ല. അത് മാത്രല്ല, നിങ്ങൾ എല്ലാരും പോകുമ്പോ ഞാനിവിടെ ഒറ്റക്ക് ബോറടിക്കത്തില്ലേ? ഓ, അതാണ് കാര്യം. അത് നീ വിഷമിക്കണ്ട. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തന്നാ പോരെ. നീ വീട്ടിലേക്ക് പോക്കോ. അപ്പൊ നിനക്ക് ബോറടി ഉണ്ടാകത്തില്ലല്ലോ. ഓ, അപ്പൊ എല്ലാരും കൂടെ എന്നെ ഒഴിവാക്കല്ലേ? ധന്യ, നീ ഇല്ലാതെ ഞങ്ങൾ പോവോ? നീ വിഷമിക്കാതെ, നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. താങ്ക് യു ചേച്ചി. അല്ല വൈഷു, അപ്പൊ ഷോപ്പിംഗ് ഒക്കെ എപ്പോഴാ? നമുക്ക് നാളെ രാവിലെ തന്നെ ഇറങ്ങാം. കുറച്ചധികം പാക്കിംഗ് ഫുഡ് ഐറ്റംസ് വാങ്ങണം. അവിടെ എങ്ങും ഒരു കട പോലും ഇല്ല. അല്ല, എത്ര ഡ്രസ് വാങ്ങണം? എന്റെ ധന്യ, നീ അവിടെ സ്ഥിരതാമസത്തിനല്ല പോകുന്നേ, അത് ഓർമ്മ വേണം. എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ എനിക്ക് ട്രിപ്പ് പോലെയാ. ഇതിപ്പോ അഡ്വഞ്ചർ ട്രിപ്പ്. എന്തായാലും ഞാൻ ഹാപ്പിയാ. എനിക്ക് ഈ പ്രൊജക്റ്റ് സ്വസ്ഥമായി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പുറത്തു നിന്നും ആരുടെ ശല്യവും ഉണ്ടാകത്തില്ല. എല്ലാം നല്ലതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. മേ ബി 1 month. അപ്പൊ നമ്മൾ അവിടുന്ന് പുറത്തൊന്നും പോകത്തില്ലേ? എന്റെ ധന്യ, അവർക്കല്ലേ പ്രൊജക്റ്റ്. നമുക്ക് എൻജോയ് ചെയ്യാലോ പുറത്തേക്ക് പോയി.